ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം സ്തോത്രകാവ്യം നാരായണ ഭട്ടതിരിയെയും സാക്ഷാൽ നാരായണമൂർത്തിയെയും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നാരായണീയ മധുരത്തിൽ ഇന്ന് 190 ദിവസം. ശ്രീമന്നാരായണീയം 19 ദശകം ആരംഭിക്കുകയാണ്. ഭാഗവതം 4 സ്കന്ധത്തിൻ്റെ ഒടുവിൽ 24 അധ്യായം മുതൽ 31 കൂടിയുള്ള 8 അധ്യായങ്ങളെ അതിൽ വിവരിച്ചിട്ടുള്ള പ്രചേതസ്സുകളുടെ കഥ. എന്നാൽ ഇവിടെ പുരഞ്ജനോപാഖ്യാനം എന്നുള്ള ഭാഗം സ്മരിക്കുന്നതേ ഇല്ല പട്ടേരിപ്പാട്. ഇവിടെ പ്രചേതസ്സുകളുടെ കഥ ആരംഭിക്കുന്നു. ആദ്യത്തെ ശ്ലോകം ഇന്ന് നമ്മൾ പാരായണം ചെയ്യണു, അതിൻ്റെ അർത്ഥം നോക്കണു. പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. പൃഥോസ്തു നപ്താ പൃഥുധർമ്മകർമ്മഠ പ്രാചീനബർഹിർ യുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസുതാനജീജനൽ ത്വൽകരുണാങ്കുരാനിവാം. പൃഥോ നപ്താ പൃഥുധർമ്മകർമ്മഠ പ്രാചീനബർഹി തു ശതദ്രുതൗ യുവതൗ ത്വൽകരുണാങ്കുരാൻ ഇവ. പ്രചേതസാ നാമ സുചേതസഃ സുതാൻ അജീജനൽ. പൃഥുചക്രവർത്തിയുടെ പൗത്രപുത്രൻ പ്രപൗത്രൻ പരമധാർമ്മികനായിരിക്കുന്ന
ആ കർമ്മകാണ്ഡത്തിൽ വ്യാപരിച്ചിരിക്കുന്ന യാഗാദി കർമ്മങ്ങളിൽ തൽപരനായിരിക്കുന്ന പ്രാചീനബർഹി തു ശതദ്രുതൗ യുവതൗ, പ്രാചീനബർഹിസ് അദ്ദേഹത്തിന് ശതദ്രുതി എന്ന പത്നിയിൽ ത്വൽ കരുണാങ്കുരാൻ ഇവ, അവിടുത്തെ കാരുണ്യം, ആ കരുണ തന്നെ മുളച്ചു വന്നേക്കാണ്, മുള പൊട്ടി വന്നേക്കാണ് എന്ന് തോന്നുമാറ് പ്രചേതസഹ നാമ സുചേതസഹ, പ്രചേതസ്സുകൾ എന്നു പേരുള്ള നല്ല മനസ്സുള്ള ശുദ്ധഹൃദയമുള്ള സുചേതസ്സുകളായിട്ടുള്ള സുതാൻ അജീജനൽ, പുത്രന്മാരെ ജനിപ്പിച്ചു എന്ന് പറയുന്നു. എത്ര പേരാണ് അവര്? 10 പേര്. 10 പേരാണ്. ഇവരെല്ലാവരും പ്രചേതസ്സുകൾ എന്ന് അറിയപ്പെടുന്നു. പൃഥു ചക്രവർത്തിയുടെ പുത്രൻ വിജിതാശ്വൻ, വിജിതാശ്വന്റെ പുത്രൻ ഹവിർധാനൻ, ഹവിർധാനന്റെ പുത്രനാണ് ബർഹിഷത്ത്. ഇപ്പൊ പൃഥുവിന്റെ പുത്രൻ വിജിതാശ്വനും പൗത്രൻ ഹവിർധാനനും പൗത്രപുത്രൻ പ്രപൗത്രൻ ബർഹിഷത്തും. അപ്പോൾ വളരെയധികം യാഗങ്ങൾ ചെയ്തിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ബർഹിഷത്തിനെ പ്രാചീന ബർഹിസ് എന്ന മറ്റൊരു പേരുണ്ടായി. പ്രാചീനാഗ്രങ്ങളായി കിഴക്കോട്ട് തിരിച്ചു വെച്ച, കിഴക്കോട്ട് തല വരാവുന്ന തരത്തിൽ ദർഭപ്പുല്ലുകൾ, ബർഹിഷുകൾ എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ലുകൾ, ആ ദർഭപ്പുല്ലുകൾ വെച്ചയാള് എന്ന രീതിയിൽ യാഗങ്ങൾക്ക് മഹാവേദിയിൽ ദർഭപ്പുല്ല് കിഴക്കോട്ട് തലയാക്കി വെക്കുക, അങ്ങനെയാണ് അല്ലേ? അപ്പൊ അതേപോലെ ഭൂമി മുഴുവൻ ദർഭ വിരിച്ചു എന്ന് വെച്ചാൽ ഒരുപാട് യാഗങ്ങൾ നടത്തി എന്ന് പറയുന്നു. സമുദ്രപുത്രിയായ ശതദ്രുതിയാണ് പ്രാചീന ബർഹിസ് വിവാഹം ചെയ്തത്. ആ ശതദ്രുതിയിൽ അദ്ദേഹത്തിന് 10 പുത്രന്മാർ ഉണ്ടായി. എല്ലാവരും പ്രചേതസ്സുകൾ എന്നറിയപ്പെട്ടു അല്ലേ? പ്രചേതസ്, ഒരാൾ ഒന്നാമത്തെ പ്രചേതസ്, രണ്ടാമത്തെ പ്രചേതസ്, മൂന്നാമത്തെ പ്രചേതസ്, അങ്ങനെയാണ്. അവരെ കണ്ടാൽ എന്തു തോന്നും? അവരൊക്കെ ഭഗവാന്റെ കാരുണ്യം അത് മുളച്ചു പൊന്തിയതുപോലെ തോന്നും എന്നാണ്. കാരണം എന്താ? ഭഗവത് കാരുണ്യം കൊണ്ട് സുചേതസ്സുകളായിരുന്നു അവര്, ഈ 10 പ്രചേതസ്സുകളും. അപ്പൊ ഇവിടെ ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. പൃഥോസ്തു നപ്താ പൃഥുധർമ്മ കർമ്മഠ പ്രാചീന ബർഹിർയുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസഃ സുതാനജീജനത്വൽകരുണാങ്കുരാനിവ. നാരായണ 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 ശ്രീവാസുദേവ. പൃഥു ചക്രവർത്തിയുടെ പൗത്രപുത്രനായിടുന്ന പ്രാചീന ബർഹിസ്സീനും നൽശതദ്രുതിക്കും പ്രഭോ തവ കാരുണ്യത്തിൻ മാതൃകയെന്നതുപോലെ പ്രചേതസ്സുകളെന്നുള്ള പുത്രന്മാരുണ്ടായി. നാരായണ 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 ശ്രീവാസുദേവ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു.